തനതിന്നത്താനാതിന്നത്താനാതിന്നത്തന്തിന്തോം തനതിന്നത്താനാതിന്നത്താനാതിന്നത്തന്തിന്തോം. ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു അഖില വ്ളോഗ്സ്. അപ്പോൾ നമുക്കിത് കറിച്ചിട്ടിയിലൊന്ന് ചോറ് കഴിച്ചാലോ? പണ്ട് കേട്ടോ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് അമ്മ ഇതണക്ക് പഴങ്കഞ്ഞി ഉണ്ടാക്കി തരും. മറ്റൊന്നിനല്ല, വണ്ണം വെക്കാൻ വേണ്ടിയിട്ട് അമ്മ കുറേ പഴങ്കഞ്ഞി തന്നിട്ടുണ്ട് വണ്ണം വെക്കാൻ. പക്ഷെ ബലം ഉണ്ടായില്ല. അപ്പോൾ ഈ പഴങ്കഞ്ഞി നമ്മുടെ നാട്ടിലൊക്കെ പഴം ചോറും നട്ട പറയുന്നത്. അപ്പോൾ ഇത് തരുന്ന സമയത്ത് ഇതേപോലെ ചട്ടിയിൽ ചോറും തോരനും നാരങ്ങയും തൈരും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് തരും. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ചോറൊക്കെ തലേന്ന് വെള്ളത്തിൽ ഇട്ടിട്ട് അതിനകത്ത് മുളകും ഉള്ളിയും കൂടെ ഒക്കെ ഉടച്ചിങ്ങനെ അടച്ച് വെച്ചിരിക്കും. അപ്പോൾ പിറ്റേന്നാകുമ്പോഴത്തേക്ക് അതിന് നല്ല ടേസ്റ്റാണ്. അതിൻ്റെ കൂടെയാണ് കേട്ടോ കറിയെല്ലാം കൂടെ മിക്സ് ചെയ്ത് തരുന്നത്. അപ്പോൾ എപ്പോൾ ഇവിടെ മീൻകറി വന്നിട്ട് ബാക്കി വരുമ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാക്കി ആവാറാകുമ്പോഴത്തേക്കും ഞാൻ ഈ കറിച്ചട്ടിയിൽ എല്ലാ കറിയും കൂടെ മിക്സ് ചെയ്ത് എന്നിട്ട് ഞാൻ താഴെ ഇരുന്നിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കഴിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ വീഡിയോ ഇവിടെ ഇടാമെന്ന്. ഇപ്പോൾ ഇതാ അതെല്ലാം കൂടെ കറിയെല്ലാം കൂടെ എടുത്ത് മിക്സ് ചെയ്ത് അങ്ങോട്ട് കഴിക്കുന്ന ഒരു ടേസ്റ്റ്, എൻ്റെ സാറേ, അതൊരൊന്നൊന്നര ടേസ്റ്റ് തന്നെ കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ കറിച്ചട്ടിയിൽ കഴിക്കുന്നവരുണ്ടോ? ചിലർക്കൊന്നും ഇഷ്ടാവില്ലായിരിക്കും കേട്ടോ അങ്ങനെ കഴിക്കുന്നത്. എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി, ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.